ഹലോ ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇരിക്കുന്നത് അടുക്കളയിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അടുക്കളയിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്താ വീഡിയോ എന്നുള്ളത് മീൻ പറഞ്ഞാൽ എന്താ സംഭവം? ഐസ് ഉണ്ടാക്കാം. ഇപ്പൊ ചൂടുകാലൊക്കെയാണല്ലേ. അപ്പൊ ഐസ് ഉണ്ടാക്കാൻ പോകട്ടോ. വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊട്ട് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കോലൈസ് ആട്ടം ഉണ്ടാക്കുന്നത്. അപ്പൊ 2 കോല് എടുത്തിട്ടുണ്ട്. ഇത് അടക്കപ്പായ മരത്തിന്റെ കോലാണ് കേട്ടോ. അഥവാ പേരക്കയുടെ കോല് ഉണങ്ങിക്കണ്. ആ വെള്ളം എടുക്കും. ആ വെള്ളം എടുത്തിട്ടില്ല കേട്ടോ. എടുക്കും. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈർക്കിളില്ല, അത് കുറച്ച് അധികം ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പൊ അത് ഗ്ലാസിന്റെ വലിപ്പത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പിസ്തന്റെ എസെൻസ് ആണ് നമ്മളെ കയ്യിലിട്ടോ. അത് കാണിച്ചിട്ട് മിഫ അങ്ങനത്തെ വെള്ളം എടുക്കണം കേട്ടോ. അപ്പൊ പിസ്തന്റെ എസെൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മള് ഐസ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഐസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല. ഇതിലേക്ക് ഈ സമയത്താണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം ഒന്നും പഞ്ചസാര ഉപയോഗിക്കണില്ല. പഞ്ചസാര തരാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മതി കേട്ടോ നമുക്ക്. പിന്നെ പഞ്ചസാര ഇപ്പം നല്ല സാധനമൊന്നും അല്ലല്ലോ. ഇനി ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്ത് പിന്നെ തരൂല മിച്ച ഐസ് ഉണ്ടാക്കണ്ട എനിക്ക്. നേരം ഉണ്ടാക്കി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറയും കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മളെ പാലിൻ്റെ ആ രുചി പോയിങ്ങാണ്ട് ടേസ്റ്റ് പോയിട്ട് നമ്മൾ ഐസിന്. അപ്പോൾ പരമാവധി എല്ലാവരും പാലിൽ വെള്ളം ചേർക്കാതെ ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പാലിൽ വെള്ളം ചേർക്കലാതെ നിവർത്തി ഉണ്ടാവില്ല. അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ പാലിലൊട്ട് വെള്ളം ചേർക്കാതെയാണ് ഐസ് ഉണ്ടാക്കണമെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പാല് തിളച്ച് വരുന്നുണ്ട്. കളയാതെ തിളച്ച് വന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിപ്പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. മീഫ് ഇവിടെ കാവല് നിൽക്കുക കേട്ടോ ഐസാവണത്. അതിടാ. ഓള് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. ഇനി കുട്ടി ഇങ്ങനെ എടുക്കും പോകുമ്പോൾ ഇങ്ങനെ ഒരുങ്ങലില്ല. ഓള് ഐസ് ഉണ്ടാക്കണ ഊറ്റത്തിൽ ഒരുങ്ങിയതാണ്. ഇതൊക്കെ വെച്ചാണ്ടല്ല ആകെ 2 മിനിറ്റ് ഒന്നും നിൽക്കൂല. അപ്പോൾ ഇതിന് ഊരി വലിച്ചെറിയുന്ന ആളാണ്. വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. അതിനാറ്റിത്തു അയച്ചുണ്ടാക്കണറി നിങ്ങൾക്ക് മാണോ ചോദിച്ചോക്ക ഓൽക്ക് മാണോ ചോദിച്ചോക്ക. അതിന് പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പാല് തിളക്കണ വരെ ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. തിളച്ച് പൊന്തുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റോളൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റോളം അങ്ങനെ ഇളക്കി വേവിക്കുക. നമ്മൾ 2 മിനിറ്റോളം അങ്ങനെ ഇളക്കി വേവിച്ചിട്ടുണ്ട് കേട്ടോ. 1 or 2 മിനിറ്റ് കേട്ടോ. അതിലേറൊന്നും വേണ്ട. പിന്നെ പാല് വറ്റിപ്പോയാൽ നമുക്ക് പിന്നെ ഐസ് ഉണ്ടാക്കാൻ പാലുണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇത് ചൂടാറിന് ശേഷം മാത്രമേ കേട്ടോ നമ്മൾ ഏത് എസെൻസ് ആണോ ഉപയോഗിക്കുന്നത് അത് ചേർക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ വേറെ പാത്രത്തിൽ. മീന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ. ഇത്ര സ്റ്റൈലിൽ ഓള് ഒരുങ്ങിക്കട്ടോ. ഓളുണ്ട് കണ്ടില്ലേ. ഞാനും ഒത്തത് എസെൻസ് തിന്നോ പിസ്ത തിന്നോ ചൂച്ചാണേ. ഇത് നെടുമ്പച്ചക്ക് തന്ന ഹായ് പറഞ്ഞ അയച്ചുണ്ടാക്കാണറി. ആയിക്കോട്ടെ എന്നാ. ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറോളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ പാല് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഏത് എസെൻസ് ആണോ അതിലേക്ക് ചേർക്കുന്നത്
അത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കണുള്ളൂ. എസൻസ് ഓവറായാൽ നല്ല ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ നമുക്ക് 1-2 തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് അറിയാലോ എത്രയാണ് വേണ്ടി അതിൻ്റെ നിറം എന്നൊക്കെ, ആ ടേസ്റ്റൊക്കെ. അപ്പോൾ ആ ലെവലിലാക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ ഏതിലാണോ ഈ ഐസ് ഉണ്ടാക്കണത് അത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിൽ നിർബന്ധമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും കടിക്കാനൊക്കെ വേണമെന്നുള്ളവർക്ക് മാത്രം അവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് അവിലും ചേർത്ത് കൊടുക്കുക കേട്ടോ, കുറച്ച് മതി, ഒരു നുള്ള്. അതിന് ശേഷം നമ്മൾ കോലിങ്ങനെ ഇതുപോലെ വിലങ്ങിന് വെക്കുക, എന്നാലും ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മളെ പാല് ഇങ്ങനെ പാർന്ന് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു 3/4 ഗ്ലാസ്സോളാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിരിക്കണം, കാരണം നമ്മളത് വെച്ച ഉടൻ തന്നെ കറണ്ട് പോയി. 2 മണിക്കൂറിന് കറണ്ട് വന്നും പോയി കളിച്ച് നിന്നിട്ടേ. അപ്പോൾ പിന്നെ അത് തണുത്ത് വൈകി, പിന്നെ പിറ്റേ ദിവസമായിട്ട് നമ്മൾ തിന്നത്. അതായത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ സ്പീഡൊക്കെ കൂട്ടി വെക്കണം കേട്ടോ. അതിൻ്റെ ആ മോഡൊക്കെ ഒന്ന് കൂട്ടി വെക്കണം, എന്നാലും പെട്ടെന്ന് ഐസാവുള്ളൂ. നമ്മളത് ഐസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഗ്ലാസ്സിൽ നിന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേർതിരിക്കണത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ പുറത്ത് കൂടെ വെള്ളമാക്കിയാൽ മതി, എന്നാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. ഇനി മറ്റേത് എടുക്കണേ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതുപോലെ ഗ്ലാസിൻ്റെ പുറത്ത് കൂടെ ഇതുപോലെ പൈപ്പ് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തണുത്തിട്ട് നമുക്ക് വേറിട്ട് കിട്ടും. ആണോ, വളരെ സിമ്പിളായിട്ട് കിട്ടി. നമ്മൾ ഐസിന് കുറച്ച് വലുപ്പം കൂടിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഗ്ലാസ് നല്ല വണ്ണല്ല ഗ്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വണ്ണമുണ്ട്, അതുപോലെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ ഐസിന്. അപ്പോൾ ചെറിയ മോൾക്കൊന്നും താങ്ങാൻ പറ്റണുണ്ടായില്ല, പിന്നെ ഒറ്റയ്ക്ക് കഴിച്ചും വേണം. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ താങ്ങി പിടിച്ച് തിന്നാണ് കേട്ടോ. ഐസ് കുറച്ച് വെയിറ്റ് കൂടിപ്പോയിട്ടുണ്ടെന്നുള്ളൂ, ടേസ്റ്റൊക്കെ പൊള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2 ദിവസം കൊണ്ടാണ് തിന്ന് കഴിച്ചത്, കാരണം അതിന് മാത്രം ഉണ്ടായിരുന്നു കഴിച്ചാനായിട്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.